നമസ്കാരം. ഈ ആഴ്ചയിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 4-ാം ഭാവം 5-ാം ഭാവം മുതൽ 7-ാം ഭാവം വരെയുള്ള രാശികളിലാണ്. അതുകൊണ്ട് മനസ്സിന് തൃപ്തിയാകുന്ന വിധത്തിലുള്ള പല പ്രകാരത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേണ്ട വിധത്തിൽ സഫലമാകും അഥവാ ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങൾ, ചർച്ചകൾ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ വിജയം കൈവരിക്കും. ജീവിത പങ്കാളിയോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായുള്ള നേട്ടം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. അസുഖത്തിന് നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുമെങ്കിലും അനുകൂലമായി തീരുവാനും സാധ്യത കാണുന്നു. കുടുംബജീവിതത്തിൽ പ്രായേണ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് യോഗമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഒരു പക്ഷേ പകർച്ചവ്യാധി പിടിപെടുവാനും സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവർ വിരോധികളായി തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.